നീ ആ സ്വർണം എന്ത് ചെയ്തു? ഏത് സ്വർണം? അലമാരന്ന് കട്ടെടുത്ത സ്വർണം. എന്തൊക്കെ ഈ പറയുന്നേ? ഞാൻ ആരുടെ സ്വർണ്ണമൊന്നും കട്ടിട്ടില്ല. നോണയൊന്നും പറയണ്ട, എനിക്കറിയാം അത് നീയെ എടുത്തേന്ന്. സത്യം പറ, അത് എവിടെയുണ്ട്? വെറുതെ ബുദ്ധിയും ബോധവും ഇല്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. ആരാ നിങ്ങൾക്ക് ഈ നോണയൊക്കെ പറഞ്ഞു തന്നെ? അത് ആരെങ്കിലും ആയിക്കോട്ടെ, മര്യാദയ്ക്ക് എന്റെ സ്വർണം താ. ഞാൻ എടുത്തിട്ടില്ല, എനിക്കതല്ല ജോലി. ചന്ദ്രേ, നീ എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോയിക്കേ. എന്നിട്ട് നിനക്ക് പറയാമോ നീ സ്വർണം എടുത്തിട്ടില്ലെന്ന്? ഞാൻ എടുത്തിട്ടില്ല. തെളിവില്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെയും കൊണ്ട് തന്നെ ഞാനത് പറയിപ്പിക്കും. അതിനുള്ള വഴി എനിക്കറിയാം. തുള്ളു, നീ കാലു പൊള്ളുന്നത് പോലെ നിന്നു തുള്ളു. നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. നിങ്ങൾ കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ. അതെനിക്കറിയാം, നന്നായിട്ടറിയാം. ഞാൻ സ്ഥിരമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന കുറേ ദൈവങ്ങളുണ്ടടി. ആ ദൈവങ്ങൾ നിന്നെ ശിക്ഷിക്കും. എന്റെ മുന്നിൽ കൂടി പിച്ച തെണ്ടി നീ നടക്കേണ്ടി വരും. ഞാൻ നടത്തും. എന്ത് വഴി സ്വീകരിച്ചാലും ശരി, നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. സ്വർണ്ണം എടുത്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ പേടിക്കേണ്ടതുള്ളൂ. ഞാനത് എടുത്തിട്ടില്ല. ആരാണോ നിങ്ങളെ തല്ലി വീഴ്ത്തിയത് അവരാ അതെടുത്തോണ്ട് പോയത്. എനിക്കറിയാം അത് ആരാണെന്ന്. ആരാ? നീ മാത്രമേ അത് ചെയ്യൂ. കണ്ടോടി, ഇതിനുള്ള ശിക്ഷ പുറകെ വരുന്നുണ്ട്. ഇന്നു മുതൽ നിന്റെ കഷ്ടകാലം തുടങ്ങുക. നിന്നെയും കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കും ഞാൻ. ഹലോ. നിന്റെ നാക്ക് ഫലിച്ചു എന്നാ തോന്നുന്നത്. എന്തുപറ്റി? പ്രേമയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയോന്നൊരു സംശയം. ഈ വീട്ടിൽ നിന്ന് ഞാൻ എടുത്ത സ്വർണം എവിടെ കൊണ്ടുപോയി വച്ചു ഇന്ന് അവരെന്നോട് ചോദിച്ചു. അത് വെറുതെ ഊഹം വെച്ച് ചോദിച്ചായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരിക്കും. ഓർമ്മ കിട്ടിയല്ലേ അവരിങ്ങനെയാണോ പെരുമാറുന്നത്? എടി, നിന്നെ അപ്പ തന്നെ കഴുത്തിന് പിടിച്ച് വിളികളല്ലേ? ഞാനും അത് ആലോചിച്ചു. എന്നാലും എന്തൊരു പേടി പോലെ. പേടിക്കണം. നീ ശരിക്കും പേടിക്കണം. എടി, ആരെങ്കിലും ഒരു വീട്ടിലെ സ്വർണം മുഴുവനും അടിച്ചു മാറ്റുമോ? നീ ഒരു മഹാൻ. എടാ, എന്റെ സ്ഥാനത്ത് നീയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. എപ്പോഴാ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നും എന്താ അതിന് കാരണമൊന്നും നിന്നോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. എന്നിട്ട് പിന്നെ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടുപേരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മോഷ്ടാക്കൾ തന്നെയാ. അത് നീ മറക്കണ്ട. അതുകൊണ്ട് എന്നെ നല്ല നടപ്പ് പഠിപ്പിക്കുന്നതിന് പകരം പ്രേമയുടെ ഓർമ്മ തിരിച്ചു കിട്ടിയോന്നറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് പറ. ഒരു വഴിയില്ല. നീ വെറുതെ അതിൽ പിടിച്ചു തൂങ്ങിയെന്ന് വേണ്ട. പ്രേമയ്ക്ക് ഓർമ്മ കിട്ടിയ എല്ലാം അതോടെ തീരും. നീ കണ്ട സ്വപ്നവും ഞാൻ കണ്ട സ്വപ്നവും എല്ലാം പൂട്ടിക്കെട്ടേണ്ടി വരും. ഞാൻ ജയിലിലും ആവും. വിശ്വാസവഞ്ചന, കൊലപാതക ശ്രമം, മോഷണം, ഒരു 10-12 കൊല്ലം സുഖമായിട്ടങ്ങ് അകത്ത് കിടക്കാം. വരുന്നിടത്ത് വെച്ച് കാണാം. അവർക്കിപ്പോ ഓർമ്മ കിട്ടിയെന്ന് വെച്ച് നമുക്ക് ചാവാൻ പറ്റുമോ? എടി, എല്ലാം നിന്റെ കൂടെ തെറ്റാ. നിന്റെ സ്റ്റെപ്പുകളെ മുഴുവനും പിഴച്ചു. അല്ലെങ്കിലും അവസാനം കുറ്റം മുഴുവൻ എന്റെ തലയിൽ തന്നെ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. നീ ശരത്തും തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം എന്താണെന്നറിയോ? ഒരു പ്രശ്നം വരുമ്പോ ശരത്ത് കയറി കുറ്റപ്പെടുത്തില്ല. പക്ഷെ നീ അങ്ങനെയല്ല, കുറ്റം പറയും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, എന്നെ ഒഴിവാക്കി ആ ശരത്തിനെ കെട്ടിക്കോ. ഡി, അല്ലെങ്കിലും നിനക്ക് അങ്ങനെയുള്ളവരെ ചേരൂ. വെറുതെ അല്ലടി അവൻ ജയിലിലായത്. ഒരു ശരത്ത് ജയിലിലെ അവൻ മാത്രമല്ല നീയും കടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടി വഴക്ക് വേണ്ട. ഞാൻ ഇത്തിരി ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ നിന്നെ വിളിച്ചത്. അത് കിട്ടി. ഇനി നീ വെച്ചോ.
മേലാൽ ഇത്തരം അബദ്ധങ്ങൾ ഞാൻ ആവർത്തിക്കില്ല.